ഈ വീട്ടുടമസ്ഥൻ്റെ മകൻ. വീട്ടുടമസ്ഥൻ ആരാണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മകന് വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ഈ പെൺകുട്ടി സെർവൻ്റായിട്ട് ഈ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരവസരം കിട്ടിയപ്പോൾ ഈ നാറി ചെയ്ത പരിപാടി എന്താണ് എന്ന് ഈ പെൺകുട്ടിയാണ്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ബാംഗ്ലൂരിൽ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ദിവസം ഇടവിട്ട് മാത്രമേ ഈ പെൺകുട്ടിക്ക് കോഴ്സ്, അതായത് ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസം ഈ പെൺകുട്ടി ഈ വീട്ടിൽ സെർവൻ്റായിട്ട് ജോലി ചെയ്യുന്നു, ക്ലീനിങ് പരിപാടിയാണ്, ഫുഡ് ഉണ്ടാക്കുന്നു, ക്ലീൻ ചെയ്യുന്നു ഒക്കെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുകയാണ്. ഹോസ്റ്റൽ ഫീസും ട്യൂഷൻ ഫീസും എല്ലാം ഉൾപ്പെടെ ഭീമമായിട്ടുള്ള ഒരു തുക അടക്കണം. അതുകൊണ്ട് തന്നെ പെൺകുട്ടി പാർട്ട് ടൈമായിട്ട് ഈ വീട്ടിൽ സെർവൻ്റായിട്ട് ജോലി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഒരാളുടെ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തായിരിക്കും അയാളുടെ ജോലിക്ക് പുറമെ അല്ലെങ്കിൽ അയാളുടെ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ പൈസയാണ് പ്രശ്നം. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ വീട്ടുടമസ്ഥൻ്റെ മകൻ. വീട്ടുടമസ്ഥൻ ആരാണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മകന് വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ഈ പെൺകുട്ടി സെർവൻ്റായിട്ട് ഈ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരവസരം കിട്ടിയപ്പോൾ ഈ നാറി ചെയ്ത പരിപാടി എന്താണ് എന്ന്, എത്രത്തോളം ക്രൂരനാണ് ഇവൻ എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് വീഡിയോ കാണാം. CCTV ഫുട്ടേജാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയണ്ട, നമുക്ക് വീഡിയോ കാണാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ പയ്യൻ ലാപ്ടോപ്പിൽ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ്റെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ ധരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് മകൻ ലാപ്ടോപ്പ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അച്ഛൻ പെട്ടെന്ന് മകനോട് പറയാണ്, ഏത് സമയം നോക്കിയാലും നീ ഇതിൻ്റെ പുറകെയാണല്ലോ, ഏത് സമയം നോക്കിയാലും നീ ലാപ്ടോപ്പ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഇത് ഞാൻ എടുത്ത് മേശയിലിട്ട് പൂട്ടി വെക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കുറക്കുക എന്ന് പറഞ്ഞു. അതായത് പയ്യൻ ജോലിക്ക് പോകുന്ന ഒരു പയ്യനാണ്. പക്ഷേ ഇന്ന് അവൻ ജോലിക്ക് പോയിട്ടില്ല. അവനിക്ക് എന്തോ അസ്വസ്ഥത, അതുകൊണ്ടാണ് ജോലിക്ക് പോകാതിരുന്നത്. ഇനി അവൻ്റെ അഭിനയമാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എനിവേ, അച്ഛൻ ജോലിക്ക് പോയി എന്ന് തോന്നുന്നു, അവിടെ കാണുന്നില്ല. ആ റൂമിൻ്റെ അകത്തുള്ള റൂമാണോ ഹാളാണോ എന്ന് വ്യക്തമല്ല. പയ്യൻ ആ ബെഡിൽ അങ്ങനെ കിടക്കുകയാണ്. ഇനി ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ അസുഖമുണ്ട് എന്ന് അച്ഛനോട് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നതാണോ എന്നും നമുക്ക് വ്യക്തമല്ല. നിങ്ങൾക്ക് കാണാം, ഈ പെൺകുട്ടിയാണ്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ബാംഗ്ലൂരിൽ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ദിവസം ഇടവിട്ട് മാത്രമേ ഈ പെൺകുട്ടിക്ക് കോഴ്സ്, അതായത് ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസം ഈ പെൺകുട്ടി ഈ വീട്ടിൽ സെർവൻ്റായിട്ട് ജോലി ചെയ്യുന്നു, ക്ലീനിങ് പരിപാടിയാണ്, ഫുഡ് ഉണ്ടാക്കുന്നു, ക്ലീൻ ചെയ്യുന്നു ഒക്കെയാണ്. അപ്പോൾ ആ പെൺകുട്ടി ആ റൂം ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ആ റൂം ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പയ്യൻ പറഞ്ഞു, നീ ഒന്ന് വാ, എനിക്ക് കുറച്ച് ഡൗട്ട്സുകളുണ്ട്. കാരണം ആ കുട്ടി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ തൊട്ടടുത്ത് ഇരുത്തുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിക്ക് അതൊരു ഡിസ്കംഫേർട്ടായിട്ട് തോന്നി. ആ പയ്യൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ലാപ്ടോപ്പിൽ എന്താണ് കാണിച്ചത് എന്നും എന്ത് ഡൗട്ടാണ് എന്നും നമുക്ക് വ്യക്തമല്ല. ആ പയ്യൻ പെൺകുട്ടിയെ
അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്, ശാരീരികമായിട്ട് ആ പെൺകുട്ടിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇമാതിരി ചെറ്റത്തരം പോലെ ഉണ്ടാവില്ല. ഇവനെയൊക്കെ മുക്കാലിൽ കെട്ടി അടിക്കണം, വേണം. അവൻകുട്ടിയെ ബലമായിട്ട് ബെഡിൽ കിടത്താണ്. ഇതൊക്കെയാണ് ഗൈസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിവേ നിങ്ങൾ നോക്കുക, അച്ഛന് ബാത്റൂമാണ് കേട്ടോ, ആ ഡോറിൻ്റെ അകത്ത് ബാത്റൂമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അച്ഛൻ പുറത്തേക്ക് വന്ന സമയത്ത് കണ്ട കാഴ്ച, രണ്ടുപേരും ബെഡിൽ കിടക്കുന്നു, ഹഗ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അച്ഛൻ കരുതിയത് ഈ പെൺകുട്ടി ആൾ കൊള്ളാം, ഈ പെൺകുട്ടി എൻ്റെ മകനെ വശീകരിച്ചിട്ട് അവനെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ പൊറുതി തുടങ്ങാനുള്ള പരിപാടിയാണ് എന്നാണ് അച്ഛൻ ആദ്യം കരുതിയത്. പക്ഷേ സത്യാവസ്ഥ ഈ CCTV പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും മകനിട്ട് 2 പൊട്ടിക്കുന്നുണ്ട്, സ്വന്തം അച്ഛൻ്റെ കർമ്മം അയാൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പല വീടുകളിലും പല പെൺകുട്ടികളും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്ക് ഇരയായി അറയിൽ നിന്ന് ബെൽറ്റൊക്കെ അയച്ചു മാറ്റിയിട്ട് ക്രിമിനലുകളോട് പെരുമാറുന്ന രീതിയിൽ അച്ഛൻ പെരുമാറാൻ തുടങ്ങി സ്വന്തം മകനോടാണ് ഗൈസ്. അപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് അറിയിക്കേണ്ട ആളുകളെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ഒഴിവാക്കുക, ജോലി ഒഴിവാക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ജോലി ഇല്ലെങ്കിൽ മറ്റൊരു ജോലി, മാന്യമായിട്ട് മനുഷ്യത്വമുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട് ജോലി തരുന്ന, അതിനനുസരിച്ചുള്ള ശമ്പളം തരുന്ന മാന്യന്മാരായിട്ടുള്ള ജെന്റിൽമാൻ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കൊരു ജോലിയായിട്ട് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒഴിവാക്കുക ജോലി. സോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ വരിക.